ദൈവം എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിന് പിന്നെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട ഇത് വിഷയ അവതരണ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സൃഷ്ടാവായ ദൈവം എങ്ങനെ ഉണ്ടായി ഇത് വിശകലനം ചെയ്യുമ്പോൾ ഈ ബർട്ടൺ റസൽ പ്രഭു, ബുദ്ധിരാക്ഷസൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള അദ്ദേഹത്തെ യുക്തിവാദത്തിലേക്ക് നയിച്ചത് ഒരു വായനയ്ക്കിടയിൽ ശ്രദ്ധയിൽ വന്ന ഒരു ചോദ്യമാണെന്നാണ്. അല്ലെ, എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടാവെങ്കിൽ സൃഷ്ടാവിനെ സൃഷ്ടിച്ചതാര് എന്നൊരു ചോദ്യം ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ ആണ് അദ്ദേഹം പിന്നീട് യുക്തിവാദത്തിലേക്ക് പോകുന്നതും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അല്ലെ, സൃഷ്ടാവ് അല്ലെങ്കിൽ ദൈവം എങ്ങനെ ഉണ്ടായി, സൃഷ്ടാവിനെ സൃഷ്ടിച്ചതാരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ അപ്രസക്തമായിരിക്കുമെന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറ്റത്തിൻ്റെ അറ്റമേതാണെന്ന ചോദ്യം യഥാർത്ഥത്തിൽ അപ്രസക്തമായൊരു ചോദ്യമാണ്. അല്ലെ, മുകളിൻ്റെ മുകളേത് എന്ന ചോദ്യം പോലെ, അല്ലെ വൃത്തത്തിൻ്റെ തുടക്കമേത് എന്ന പോലെ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ അപ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ടാവും. അതിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ തുടക്കമില്ലാത്ത ഒന്നിൻ്റെ തുടക്കം അന്വേഷിക്കുന്നതിന് യഥാർത്ഥത്തിൽ എന്തില്ല, തത്വശാസ്ത്രത്തിൽ തന്നെ അതനുസരിച്ച് അതിന് പിന്നെ അന്വേഷിക്കുന്നതിന് ന്യായമില്ല, പ്രസക്തിയില്ല എന്നതാണ്. എന്ന് മാത്രമല്ല ചില ചോദ്യങ്ങൾ ചിലതിന് ബാധകമാവുകയുമില്ല. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഈ കുപ്പി അല്ലെങ്കിൽ ഈ വെള്ളത്തിന് കുപ്പി ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന ചോദ്യം ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അതേസമയത്ത് സലീം അമ്പാടിനെ ഇവിടെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന ചോദ്യം പ്രസക്തമല്ല. ഈ കുപ്പി ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്, വെള്ളക്കുപ്പി ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ സലീം സാഹിബിനെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന ചോദ്യം പ്രസക്തമല്ല. അതായത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുപ്പിക്ക് ബാധകമായ ചോദ്യം ബുദ്ധിയും ബോധവുമുള്ള സലീം സാഹിബിന് ബാധകമല്ല എന്നതുപോലെ സൃഷ്ടികൾക്ക് ബാധകമായ ഒരു ചോദ്യം സൃഷ്ടാവിന് ബാധകമല്ല. അതുകൊണ്ട് സൃഷ്ടാവ് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയെന്ന ചോദ്യം സൃഷ്ടികൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ എന്നതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു വശം. മറ്റൊന്ന്, ഇനി സൃഷ്ടാവ് എങ്ങനെ ഉണ്ടായി എന്നറിഞ്ഞാലേ വിശ്വസിക്കൂ എന്നൊരാൾ വിചാരിച്ചാൽ മനുഷ്യൻ അവൻ്റെ ഈ പരിമിതി അംഗീകരിക്കാതെ വരുമ്പോൾ, ബുദ്ധിയുടെ പരിമിതി വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധിയുടെ പരിമിതി ഈ വിഷയത്തിൽ അംഗീകരിക്കൽ പ്രധാനമാണ്. അപ്പോൾ മൂക്കിൻ്റെ തുമ്പത്തൊരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ അത് കാണണമെങ്കിൽ ഏത് ബുദ്ധിജീവിക്കും ഒരു കണ്ണാടി നിർബന്ധമാണ്. പറയുമ്പോൾ കണ്ണിൻ്റെ തൊട്ട് താഴെയാണ് മൂക്ക്. എന്നാലും ഒരു മൂക്കിൻ്റെ തുമ്പത്തൊരു പുള്ളി ഉണ്ടെങ്കിൽ കാണാൻ ഇത്രയും മനുഷ്യനറിവിന് പരിമിതികൾ ഉണ്ടെന്നിരിക്കെ അണ്ടകടാഹങ്ങളൊക്കെ സൃഷ്ടിച്ച ആ മഹാശക്തി അത് സംബന്ധമായ വിശദാംശങ്ങൾ ആ അർത്ഥത്തിൽ അറിയുക. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതിന് പരിമിതികളുണ്ട്. ഇത് മനുഷ്യൻ അംഗീകരിക്കൽ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, യഥാർത്ഥത്തിൽ തന്നെ ഈ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അംഗീകരിക്കില്ല എങ്കിൽ നമുക്കറിയാലോ, ഇപ്പം എൻ്റെ ബുദ്ധി എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്നിരിക്കെ ഞാൻ ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിശൂന്യമാകുന്നത് പോലെ ദൈവം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് അംഗീകരിക്കുകയില്ല എന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിശൂന്യമായ ഒരു നിലപാടാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. മറ്റൊരു കാര്യമുള്ളത്, യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നിനെ അംഗീകരിക്കാൻ ഇവിടുത്തെ യുക്തിവാദികളും ഭൗതികവാദികളൊക്കെ നിർബന്ധിതരാണ്. കാരണം ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ പ്രപഞ്ചം എന്നൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. എന്നാൽ ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാവുകയില്ല. അതിൻ്റെ അർത്ഥം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത എന്തോ ഒന്ന്, തുടക്കമില്ലാത്ത ഒന്നിനെ എല്ലാവരും അംഗീകരിക്കണം. അതായത് വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ തുടക്കമില്ലാത്ത ഒന്നിനെ അംഗീകരിച്ചേ മതിയാവും. ഇവിടെ ആകെക്കൂടെ വിശകലനം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തുടക്കമില്ലാത്ത ആദി കാരണത്തിന് ബുദ്ധിയും ബോധവും യുക്തിയും ശക്തിയും ഒക്കെ ഉണ്ടോ എന്ന കാര്യമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ആദി കാരണത്തിന് ബുദ്ധിയും ബോധവും ശക്തിയും ഒന്നും ഇല്ലാത്ത ഭൗതിക ഒരു വീക്ഷണമനുസരിച്ച് ഒരു അചേതനമായ ഒരു അസ്തിത്വം എന്നതിനപ്പുറത്ത് അതിന് ബുദ്ധിയും ബോധമൊന്നും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്, ഒരുപാട് മനുഷ്യർ, നമുക്കൊക്കെ ബുദ്ധിയും ബോധവും ഉണ്ട്. ഇവിടെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ബുദ്ധിശൂന്യതയിൽ നിന്ന് ബുദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ബോധശൂന്യതയിൽ നിന്ന് ബോധമുണ്ടാകുന്നത് എങ്ങനെയാണ്. ആദി കാരണത്തിന് ഇതൊന്നും ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മറ്റ് ജീവികളിലേക്ക് ഇതുണ്ടാവുക അതിനൊരു സാധ്യതയും ഇല്ലെന്നിരിക്കെ ആദി കാരണത്തിന് ബുദ്ധിയും ബോധവും യുക്തിയും ശക്തിയും ഒക്കെ ഉണ്ടെന്ന് പറയലാണ് ആദി കാരണത്തിന് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ
യുക്തിഭദ്രം എന്ന കാര്യം ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ദൈവം എന്ന് മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അറിയുകയില്ല, മനസ്സിലാവുകയില്ല എന്നതുകൊണ്ട് അതില്ല എന്നതിന് അതിന് അർത്ഥമില്ല എന്നാണ് മനസ്സിലാവുക. കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.